BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. വിശ്വാസികൾക്ക് ആശൂറ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് സൗജന്യ ഷട്ടിൽ സർവീസ് ഏർപ്പെടുത്തുമെന്ന് ജഫ്രി വഖഫ് കൗൺസിൽ വ്യക്തമാക്കി. മുഹറം 7 മുതൽ 10 വരെ വൈകിട്ട് 6 മുതൽ വെളുപ്പിന് 3 വരെ 6 ഇടങ്ങളിൽ സർവീസ് ഉണ്ടാകും. ആശൂറ പരിപാടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയ ബഹ്റൈൻ ഭരണാധികാരികൾക്കും ആഭ്യന്തരമന്ത്രിക്കും ജഫ്രി വഖഫ് കൗൺസിൽ ചെയർമാൻ പ്രത്യേകം നന്ദി അറിയിച്ചു. അവധിക്കാലമായതോടെ ബഹ്റൈനിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റുകൾ വാഗ്ദാനം ചെയ്ത് യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നവരെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പുമായി അധികൃതർ. അവധിക്കാല സീസണിൽ വിമാന ടിക്കറ്റ് നിരക്ക് ഉയർന്നിരിക്കുന്നത് മുതലാക്കിയാണ് ഇത്തരക്കാർ യാത്രക്കാരെ വലയിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം മലയാളിയടക്കം 2 പേർ വ്യത്യസ്ത സംഭവങ്ങളിൽ അറസ്റ്റിലായിരുന്നു. യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് വാഗ്ദാനം ചെയ്ത് സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ പോസ്റ്റുകളിട്ടായിരുന്നു തട്ടിപ്പ്. ലൈസൻസുള്ള ട്രാവൽ ഏജൻസികളിൽ നിന്നോ എയർലൈൻ കമ്പനികളിൽ നിന്നോ ഹോട്ടലുകളിൽ നിന്നോ മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാവൂ എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ബഹ്റൈനിൽ ജീവകാരുണ്യ കലാ-സാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്ന വനിതാ സംഘടനയായ സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് തൊഴിലാളികൾക്ക് ഭക്ഷണ വിതരണം നടത്തി. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സീഫേരിയ ഉൾപ്പെടെയുള്ള വിവിധ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ തൊഴിലാളികൾക്ക് കുടിവെള്ളം, ഫ്രൂട്ട്സ്, മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവ വിതരണം ചെയ്തു. പ്രസിഡന്റ് അലീമ ബീവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി മായ അച്ചു സ്വാഗതവും സാമൂഹിക പ്രവർത്തകൻ സയ്യിദ് ഹനീഫ് വിതരണോദ്ഘാടനവും ചെയ്തു. 150-ൽ പരം തൊഴിലാളികൾക്കുള്ള ഭക്ഷണ വിതരണത്തിന് ആയിഷ സയ്യിദ് ഹനീഫ്, ജോയിന്റ് സെക്രട്ടറി ഷംല നസീർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഗ്രൂപ്പിലെ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. മുഖ്യരക്ഷാധികാരി ഷക്കീല മുഹമ്മദ് നന്ദി പറഞ്ഞു. ബഹ്റൈൻ അടക്കമുള്ള GCC രാജ്യങ്ങളിൽ നിന്ന് അയച്ച ഗ്രൂപ്പ് കാർഗോ ക്ലിയറൻസ് ലഭിക്കാത്തത് മൂലം കൊച്ചി തുറമുഖത്ത് കെട്ടിക്കിടക്കുകയാണെന്നും താരതമ്യേന ചെലവ് കുറഞ്ഞ സീ കാർഗോ നീക്കം നിലച്ചിരിക്കുകയാണെന്നും കാർഗോ ഏജൻസി ഉടമകൾ ഫെബ്രുവരി മുതൽ പ്രവാസികളിൽ നിന്ന് സ്വീകരിച്ച് നാട്ടിലേക്ക് അയച്ചിട്ടുള്ള പാഴ്സലുകൾ കൊച്ചിയിൽ കെട്ടിക്കിടക്കുകയാണ്. ക്ലിയർ ചെയ്യാത്തതിന്റെ തക്കതായ കാരണം കൊച്ചിയിലെ സീപോർട്ട് കസ്റ്റംസ് അധികൃതർ വെളിപ്പെടുത്തുന്നില്ല എന്നും കാർഗോ കമ്പനി പ്രതിനിധികൾ അറിയിച്ചു. കാലാവധി കഴിയുന്നതിന് മുൻപോ ചരക്കുകൾ നശിക്കുന്നതിന് മുൻപോ ഉടമകൾക്ക് എത്തിക്കാൻ പ്രവാസികാര്യ വകുപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇടപെടണമെന്നും കാർഗോ കമ്പനി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയ ചാർജിന്റെ 10 മടങ്ങ് തുക പോർട്ട് സ്റ്റോറേജ് ചാർജ് ഇനത്തിൽ മാത്രം അടച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടുജോലിക്കാരടക്കമുള്ള സാധാരണക്കാരാണ് ചെലവ് കുറഞ്ഞ സീ കാർഗോയെ ആശ്രയിക്കുന്നത്. പ്രശ്നത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, MPമാരായ ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയവർക്ക് നിവേദനവും നൽകിയിട്ടുണ്ടെന്നും കാർഗോ ഉടമകൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വിവിധ കാർഗോ കമ്പനി പ്രതിനിധികളായ ജയ്മോൾ വിനോദ്, യൂനുസ് അഫ്സൽ, യാഷിർ അഭിലാഷ് എന്നിവർ പങ്കെടുത്തു. താളം തെറ്റുന്ന ആകാശയാത്ര എന്ന പേരിൽ പ്രവാസി വെൽഫെയർ ബഹുജന സംഗമം സംഘടിപ്പിച്ചു. പ്രവാസികളുടെ യാത്രാ ദുരിതങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ ഇന്ത്യയിലെ വിമാന കമ്പനികൾക്ക് എന്ന പോലെ സർക്കാരുകൾക്കും ബാധ്യതയുണ്ടെന്നും സംഗമം ഒന്നടങ്കം അഭിപ്രായപ്പെട്ടു. പ്രവാസികൾ കൂടുതലായി യാത്ര ചെയ്യുന്ന ഉത്സവ സീസണുകളിലും മധ്യവേനൽ അവധിക്കാലത്തും അമിത ചാർജ് ഈടാക്കിയും ഷെഡ്യൂളുകൾ അവസാന നിമിഷം റദ്ദാക്കിയും വിമാന കമ്പനികൾ പ്രവാസികളെ ദ്രോഹിക്കുന്നത് അവസാനിപ്പിക്കാൻ പ്രവാസ ലോകത്ത് നിന്നും ഒറ്റക്കെട്ടായ പ്രതിഷേധം ഉണ്ടാകേണ്ടതുണ്ടെന്നും സംഗമം വിലയിരുത്തി. പ്രശ്നത്തിൽ കേരള സർക്കാരുകൾ അടിയന്തരമായി ഇടപെടുകയും ശാശ്വതമായ പരിഹാരം കണ്ടെത്തുകയും വേണമെന്നും സംഗമം ആവശ്യപ്പെട്ടു. പ്രവാസികളുടെ വോട്ടവകാശത്തിനായുള്ള ചർച്ചകൾ സജീവമാക്കണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന് വിദേശ നാണയം നേടിത്തരുന്ന പ്രവാസികളിൽ നിന്നും യൂസർ ഫീ ഈടാക്കുന്നത് അനീതിയാണെന്നും സംഗമം വിലയിരുത്തി. KMCC ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, പ്രവാസി ലീഗൽ സെൽ കോർഡിനേറ്റർ സുധീർ തിരുനെല്ലത്ത്, OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം, ഫ്രണ്ട്സ് ബഹ്റൈൻ ആക്ടിംഗ് പ്രസിഡന്റ് സമീർ ഹസൻ, KMCC ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗലം, സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ ചർച്ചയിൽ സംസാരിച്ചു. പ്രവാസി വെൽഫെയർ വൈസ് പ്രസിഡന്റ് രാഹുൽ ബെന്നിയൂർ നിയന്ത്രിച്ച ബഹുജന സംഗമത്തിൽ പ്രസിഡന്റ് ബദ്രുദ്ദീൻ പൂവാർ അധ്യക്ഷത വഹിച്ചു. ലിഖിത ലക്ഷ്മൺ വിഷയാവതരണം നടത്തി. അനസ് കാഞ്ഞിരപ്പള്ളി സ്വാഗതവും അബ്ദുള്ള കുറ്റ്യാടി നന്ദിയും അറിയിച്ചു. മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാമത് അനുസ്മരണം OICC ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ ജൂലൈ 19 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് സംഘടിപ്പിക്കും. പുഷ്പാർച്ചന, സർവ്വമത പ്രാർത്ഥന, അനുസ്മരണ സമ്മേളനം തുടങ്ങിയ പരിപാടികൾ ഇതിനോടനുബന്ധിച്ചുണ്ടാകുമെന്ന് OICC പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം, ജനറൽ സെക്രട്ടറി മനു മാത്യൂസ്, വൈസ് പ്രസിഡന്റ് ഗിരീഷ് കാളിയത്ത് എന്നിവർ അറിയിച്ചു.
SNCS ഉമ്മൽ ഹസം സി കേശവൻ ഏരിയ യൂണിറ്റിന്റെ 2024-25 പ്രവർത്തന കാലഘട്ടത്തിലേക്കുള്ള ഏരിയ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തന ഉദ്ഘാടനം ജൂലൈ 12 വെള്ളിയാഴ്ച 7:30 SNCS ഓഡിറ്റോറിയത്തിൽ നടന്നു. കൺവീനർ ശ്രീലാൽ അധ്യക്ഷനായ ചടങ്ങിൽ KMCC ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത അജേഷ് കണ്ണൻ സ്വാഗതം ആശംസിച്ചു. SNCS ചെയർമാൻ കൃഷ്ണകുമാർ, ജനറൽ സെക്രട്ടറി ശ്രീകാന്ത്, ഏരിയ കോർഡിനേറ്റർ സുനി സുശീലൻ എന്നിവർ ആശംസകൾ നേർന്ന ചടങ്ങിൽ ഏരിയ കമ്മിറ്റി ട്രഷറർ സുരേഷ് രാമകൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി. ഉദ്ഘാടനത്തിന് ശേഷം ഉമ്മുൽ ഹസം യൂണിറ്റിലെ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. വടകര സഹൃദയ വേദിയുടെ ആഭിമുഖ്യത്തിൽ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ വടകര സഹൃദയ വേദി നടത്തിവരുന്ന പ്രവർത്തനം പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. സഹൃദയ വേദി അംഗങ്ങൾക്ക് പുറമെ നിരവധി പേർ പങ്കെടുത്ത ക്യാമ്പിന് പ്രസിഡന്റ് ആർ പവിത്രൻ, സെക്രട്ടറി എം ശശിധരൻ, രക്ഷാധികാരി രാമത് ഹരിദാസ്, MC പവിത്രൻ, സത്യൻ പേരാമ്പ്ര എന്നിവർ നേതൃത്വം നൽകി. മ്യൂസിക്കൽ ആൽബം, ചാരിറ്റി, പെയിന്റിംഗ് എന്നിവ ഉൾക്കൊള്ളിച്ച പീസ് ക്യാമ്പയിനിന്റെ പ്രകാശനം KCA ഹാളിൽ നടന്നു. ചടങ്ങിൽ പ്രശസ്തരായ SV ബഷീർ, ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, ഫിറോസ് തിരുവത്ര, അനീസ് V, ഷെമിലി പി ജോൺ എന്നിവർ സംബന്ധിച്ചു. വിഖ്യാത ഉറുദു കവി ഷാഹിദ് മീറിന്റെ കവിതയും വിഖ്യാത പാലസ്തീൻ കവി മുഹമ്മദ് ദർവീഷിന്റെ പ്രശസ്ത വരികളും കോർത്തിണക്കി പീസ് ഗസലിന്റെ ഔട്ട്ലുക്ക് പോസ്റ്ററും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. യുദ്ധവും സമാധാനവും സമന്വയിപ്പിച്ച സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് ആൽബം. യുദ്ധവും അധിനിവേശവും മനസ്സിലേൽപ്പിക്കുന്ന ദുഃഖഭാരം മൂലം ഒരു കലാകാരൻ ദൈവവുമായി പ്രാർത്ഥനാ രൂപത്തിൽ സംവദിക്കുന്നതാണ് ആൽബത്തിന്റെ ഇതിവൃത്തം. IYCC ബഹ്റൈൻ IT ആൻഡ് മീഡിയ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ പാഠശാലയുടെ ഉദ്ഘാടനം ജൂലൈ 16 രാത്രി 7:30 IYCC ബഹ്റൈൻ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടക്കും. സോഷ്യൽ മീഡിയ സംവിധാനത്തിലൂടെ തുടർന്നു പോകുന്ന ഈ പരിപാടിയുടെ പൊതുപേര് ഉമ്മൻചാണ്ടി സ്മാരക ഓൺലൈൻ കോൺഗ്രസ് പാഠശാല. മുൻ കേരള മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ജനകീയ നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക അനുസ്മരണത്തോടനുബന്ധിച്ചിട്ടാണ് സംഘടിപ്പിക്കുന്നത്. IYCC ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസിന്റെ അധ്യക്ഷതയിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. 2025 വരെ ആലപ്പുഴയിൽ താറാവടക്കമുള്ള പക്ഷി വളർത്തലിന് നിരോധനം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. പക്ഷിപ്പനി വ്യാപകമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആലോചനയെന്നും ജെ ചിഞ്ചുറാണി ദില്ലിയിൽ പറഞ്ഞു. വൈറസിന്റെ ശക്തി കുറയുന്നതുവരെ നിയന്ത്രണങ്ങൾ വേണ്ടിവരും. ഇത് സംബന്ധിച്ച് കർഷകരുമായി ചർച്ച നടത്തിയെന്നും 32 സ്പോട്ടുകൾ വളരെ നിർണായകമാണെന്നും ജെ ചിഞ്ചുറാണി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ വീണു മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം സംസ്കരിച്ചു. മറായമുട്ടത്തെ ജോയിയുടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. 46 മണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് തക്കരപ്പറമ്പ് വഞ്ചിയൂർ റോഡിലെ കനാലിൽ നിന്നും ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കനത്ത മഴയെ തുടർന്ന് കൊങ്കൺ പാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് 4 ട്രെയിനുകൾ റദ്ദാക്കിയതായി കൊങ്കൺ റെയിൽവേ അറിയിച്ചു. കൊങ്കൺ പാതയിലൂടെ പോകേണ്ട ഒരു ട്രെയിൻ പൻവേൽ വഴി തിരിച്ചുവിടുമെന്നും റെയിൽവേയുടെ അറിയിപ്പുണ്ട്. രത്നഗിരി മേഖലയിലെ ഗേഡിനും വിഘ്നേര സ്റ്റേഷനുമിടയിലാണ് ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീണിരിക്കുന്നത്. ട്രാക്കിൽ നിന്ന് മണ്ണ് നീക്കി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത്. കേരളത്തിലേക്കുള്ള നേത്രാവതി എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വടക്കൻ കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെയായി ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. പശ്ചിമ ബംഗാളിനും ജാർഖണ്ഡിനും ഒഡീഷയ്ക്കും മുകളിലായി ചക്രവാത ചുഴിയുമുണ്ട്. കേരള തീരത്ത് പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുകയാണ്. മഴ തുടരുന്നത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.